അല്ലെങ്കിലേ കുരുങ്ങളുണ്ട്. ജുറാസിക് വേൾഡ് ഒക്കെ കാണല്ലോ എന്തിരുന്ന് എന്റെ ഓ പൊളിച്ചാണ്. കിങ് കോങ് ഒരു ആക്ഷൻ ഉണ്ടാവൂല. ജോസിയേട്ടന് എത്ര നാളത്തേക്കുള്ള ആഗ്രഹമായിരുന്നു ഈ തിയേറ്റർ ഉണ്ടാക്കുക എന്നുള്ളത്? വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്. ഒരു 2-3 വർഷമായിട്ട് അതിന്റെ പറയുന്നുണ്ട്. നമുക്കറിയാല്ല കുഞ്ഞുനാളോട് നമ്മ ഇതിനോട് താല്പര്യം മറ്റേ ബൾബിലി മറ്റേ ഫിലിമൊക്കെ വെച്ച് നമ്മൾ കണ്ടുപോകും. അവസ്ഥ നമ്മുടെ ഒരു ആഗ്രഹം നമ്മ പോവാണെങ്കിൽ എന്നുള്ളതാണ്. ഇതിന്റെ പുറകിൽ കുറെ നാളായല്ലേ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ എന്തായാലും നമ്മുടെ എല്ലാം ഒത്തു വന്നപ്പോ എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്ത്. എന്തായാലും നമുക്കൊരു അവസരമാണ് ഇങ്ങനത്തെ ഉള്ളിൽ. കാരണം പണ്ട് ജോസിയേട്ടൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങൾ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്. എന്തിനീ ക്യാമറ പിടിക്കുന്ന മിലൻ ആൻഡ്രൂസ് ഇപ്പോഴത്തെ വലിയ ക്യാമറമാനൊക്കെയാണ്. പക്ഷെ ബിഹൈൻഡ് ദ ക്യാമറ ആൾ നിൽക്കണപ്പോൾ ആൾക്കാർ ഇവിടുന്ന് TV കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പണ്ടത്തെ നമ്മുടെ 14 TV ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV-ലൊക്കെ എന്തോരം ഇരുന്ന് സിനിമ കണ്ടിട്ടുണ്ട്. പഴയ ഞായറാഴ്ചത്തെ വൈകുന്നേരം 4 മണിക്കത്തുള്ള സിനിമ. അത് കഴിഞ്ഞ് പിന്നെ നമ്മ പണിക്കാരൊക്കെ ആയിട്ട് അമ്മച്ചി പാവം കൊണ്ടുവന്ന് വന്ന DVD പ്ലെയറിൽ കണ്ടുവന്ന നമ്മ സിനിമ. ഇപ്പോൾ അതെല്ലാം മാറുന്ന തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. പിന്നെ അതെല്ലാം കൂടെയാണ് നമ്മുടെ വീട്ടിൽ. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടിട്ടായാലും കുറച്ച് ബുദ്ധിമുട്ടിട്ടായാലും ആ ഒരു സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റിയതിൽ ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു ആഡ്സ് ഓഫ് ആണ്. അപ്പോൾ നമ്മുടെ ജോസി ചേട്ടനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഭയങ്കര നാണമൊക്കെയാണ്. പക്ഷെ എനിക്ക് നാണമൊന്നുമില്ല. ഈ ചങ്ങായി അതിശക്തമായ ഒരു മിമിക്രിക്കാരനും കൂടിയാണ്. അപ്പം നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ സെറ്റപ്പിലൊക്കെ ഇരിക്കണത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോസി ചേട്ടാ വെറുതെ സിമ്പിള്, നമ്മ വലിയ സംഭവമൊന്നുമല്ല, ചുമ്മായിട്ട് പിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജോസി ചേട്ടന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോസി ആന്റണി എന്നാണ് ഇൻസ്റ്റഗ്രാം നെയിം. അത് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾ അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോസി ചേട്ടന്റെ അതിചടുലമായ അഭിനയ മുഹൂർത്തങ്ങൾ നിങ്ങൾക്ക് കാണാം. അതെ അതെ അതെ. അപ്പോൾ അടിപൊളിയാണ്, ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ ഈ ലോകത്തിന് ഒരുപാട് കലാകാരന്മാരുണ്ട്. ഞാനൊക്കെ ഇപ്പോൾ ഇതിൻ്റെ മുന്നിൽ നിൽക്കണേക്കാളും മുന്നേ ജോസി ചേട്ടൻ്റെ ഈ പരിപാടികളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ജോസി ചേട്ടൻ അറിയാത്ത ആരും ഉണ്ടാവില്ല. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ പരിസരത്തുള്ള എല്ലാവർക്കും ജോസി ചേട്ടൻ അറിയാം, ഞങ്ങളുടെ നാട്ടുകാർക്ക് അറിയാം, വീട്ടുകാർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഏകദേശം 10,000 പേര് അറിയുന്ന ആൾക്കാരാണ്. എനിക്ക് 500 ഫ്രണ്ട്, ജോസി ചേട്ടൻ 500 ഫ്രണ്ട്. അപ്പോൾ എല്ലാം കൂടി ഞങ്ങൾക്ക് 1000 പേരായി. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ജോസി ചേട്ടൻ്റെ അക്കൗണ്ടിൽ ആകെ 150 ഫോളോവേഴ്സ് ഉള്ളു. ആൾക്കാരെന്ന് പറഞ്ഞാൽ 1000 പേരാണ്. ഇപ്പം എനിക്ക് 1000 ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വെറും 500 പേരുള്ളൂ കേട്ടോ. ഫേസ്ബുക്കിൽ 4000 ഫ്രണ്ട്സ് ഉള്ള ഒരുത്തനുണ്ട്. അവനാണ് ഇപ്പം നമ്മുടെ ക്യാമറ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു പ്രയോജനമില്ല. ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതില്ല. അപ്പോൾ ഞാൻ കോമഡി ആയിട്ട് പറഞ്ഞല്ല, ഇത് ജസ്റ്റ് നമുക്കൊരു തിയേറ്റർ നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ജോസി ചേട്ടൻ തന്നെ പറഞ്ഞേച്ച് അവിടെ ക്യാമറയുടെ മുന്നിൽ വരാൻ പറ്റൂല, നിങ്ങൾ പിടിക്കുക അത് പിടിക്കുക, അത് ഒരിക്കലും ഇല്ല. കാര്യം അങ്ങേരുടെ ഹാർഡ് വർക്കാണ് ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കണത്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യണ ആളുടെ ആ മുഖം നമ്മൾ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ദൈവകോപമാണ്. ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ 1 മില്യൺ ആവേണ്ട വീഡിയോ അല്ലേ ഇത്, 1 ബില്യൺ. കേരളത്തിലെ ഫസ്റ്റ് 1 കോടി സബ്സ്ക്രൈബർ ചിലപ്പോൾ നമ്മുടെ ചാനലായിരിക്കും. അത് മുഖേന ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ചാനലിൻ്റെ പുറകിലുണ്ടാവും എന്നുള്ള സത്യം. അപ്പോൾ ജോസി ചേട്ടനാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു അടിപൊളി അവസരങ്ങൾ ഒരുക്കി തന്നത്. പിന്നെ ജോസി ചേട്ടനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് ജോസി ചേട്ടനോട് ഒന്ന് സംസാരിക്കാം. എനിക്ക് കൂടുതൽ അറിയാമെന്നാണ്. പക്ഷേ ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ, നാണുണ്ടാ? നാണില്ലാന്ന്. അപ്പോൾ നാണുമാനില്ലാത്ത ആളാണ്. അപ്പോൾ ജോസി ചേട്ടനോട് കൂടുതൽ ചോദിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ജോസി ചേട്ടൻ പൈസ ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ ഒരുപാട്
അവിടെ ഇവിടെ നിന്നൊക്കെ നടന്നിട്ട് സമാഹരിച്ചിട്ടാണല്ലോ ചെയ്തേക്കണം. എന്നാലും ജോസിയുടെ ഏകദേശ കാൽക്കുലേഷനിൽ ഈ ഇത്രയും ഒരു സെറ്റപ്പിന് എത്ര രൂപ ആയിട്ടുണ്ടാവും? ഇതിപ്പോ നമ്മൾ ചെയ്തേക്കണത് കോൺക്രീറ്റ് അല്ല, ടെറസിന്റെ മുകളിലാണ് ചെയ്തേക്കണത്. പുറത്തുനിന്നുള്ള സ്റ്റെപ്പിൽ ടെറസിന്റെ മുകളിൽ വി ബോർഡ് വെച്ചിട്ടാണ് ചെയ്തേക്കണത്. വി ബോർഡ് എന്ന് പറഞ്ഞാൽ സിമെന്റിന്റെ ബോർഡ്. അതും എല്ലാം കൂടി ഒരു 5 രൂപക്ക് കുറച്ച് മേലെ ഒരു 5 ചില്ലറ. 5 വെറും 5 രൂപയല്ല, 5 ലക്ഷത്തി ചില്ലറ എന്നാ പറഞ്ഞേക്കണം. അത്ര അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. സിസ്റ്റത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. സിസ്റ്റത്തിന് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് ഒരു കോംപ്രമൈസ് ചെയ്യാനും പറ്റില്ല. അല്ല ഇപ്പൊ തിയേറ്ററൊക്കെ പണം വെച്ചിട്ട് ഇതിനകത്ത് സിനിമ ഇരുന്ന് കാണണ്ട. കാണും, വല്ലപ്പോഴൊക്കെ കാണും. ആമസോൺ പ്രൈം ഒക്കെ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ കാണും. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, മറ്റേ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം വല്ലപ്പോഴും ഇരുന്ന് കാണും. പിന്നെ അതുകൊണ്ട് ചോദിച്ചിട്ട് എനിക്കൊരു സംശയം, നമ്മുടെ ഈ ഇത്രയും പോകുന്ന നമ്മുടെ ഈ ഇതിനകത്ത് എന്തോ ഇന്ന് കാൽക്കുലേഷൻ ഉണ്ട്, നമ്മുടെ സ്പീക്കർ വെക്കണ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അവരെന്നെ ചെയ്യും. അപ്പൊ നമ്മ ഇതിന്റെ ഒരു മെഷർമെന്റ് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അതനുസരിച്ച് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. ഫുള്ള് അവരെ ഏൽപ്പിക്കുന്ന ഇപ്പൊ നമ്മള് റിക്ലൈനർ ആവശ്യമാണ്. നമ്മൾ ഇപ്പൊ ചെയ്തിട്ടുള്ള സാധാ സോഫയും കാര്യങ്ങളൊക്കെ ചെയ്താണ് സാമ്പത്തികമായിട്ടുള്ള ഒരു ഇതുകൊണ്ട്. പിന്നെ അതിൻ്റെതായിട്ടുള്ള സൈസും കാര്യങ്ങളും, പിന്നെ ഈ കാർപ്പറ്റിന്റെ വർക്ക് എല്ലാം ഓരോ കാര്യങ്ങൾ അവര് ചെലവ് ചുരുക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ അവരോടും കൂടി ആലോചിച്ചിട്ട് അവരുടെ ഐഡിയയിലും ബഡ്ജറ്റിൽ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും സംഭവം എല്ലാം അടിപൊളിയായിട്ടുണ്ട്. കാര്യം ഒരുപാട് നാളത്തോളം ആഗ്രഹം പറഞ്ഞില്ല. ഇപ്പൊ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ നമ്മുടെ ഓൺലൈൻ വഴി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോകണ്ട. ഇപ്പൊ ജോസിച്ചാണ്ട് ഇരുന്നിട്ട് തിയേറ്റർ ഫീലിംഗ് കിട്ടുന്നുണ്ട് ഉറപ്പായിട്ടും. സെറ്റപ്പ് അത്യാവശ്യം ഫാൻ ഉണ്ട്, എസിക്ക് AC ഉണ്ട്, ഫുൾ ചിൽഡാണ്. അടിയിൽ നിന്ന് മേളിന്ന് സൗണ്ട് ഉണ്ട്. പിന്നെ ഗൈസ് ഒരു കാര്യം കൂടി പറയാനുള്ളത്, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇതിനകത്ത് ഒരു ഫിലിം ഇട്ട് കാണിക്കണം, അല്ലെങ്കിൽ ഒരു പാട്ട് ഇട്ടണമെന്നൊക്കെ. പക്ഷേ എങ്കിൽ നമ്മളെ തുടക്കക്കാർ ചാനലാണല്ലോ, അറിയാലോ, കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ദയനീയ അവസ്ഥ. അപ്പോൾ ഒന്നും പറയാനില്ല, എന്ത് പറയാനാണ്. ഇങ്ങനത്തെ ഒരു നല്ലൊരു അടിപൊളി അവസരം ഉണ്ടായിട്ട് നമുക്ക് ആ ഒരു വീഡിയോ നന്നായിട്ട് പിടിച്ചിടാൻ പറ്റാത്തൊരു സങ്കടമുണ്ട്. കുഴപ്പമില്ല, ജോസി ചേട്ടൻ തന്നെ അടിപൊളി കോമഡി നമുക്ക് ഇതിനകത്തിട്ട് കാണാം. അതും പറ്റില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടി അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോറുള്ള ഒരു അടിപൊളി വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ ഈ പ്രൊജക്ടർ, അതായത് മീൻസ് നമ്മുടെ മിനി തിയേറ്ററിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ ജോസി ചേട്ടൻ ഈ ഒരു അവസരത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഹാർഡ് വർക്കൊക്കെ ചെയ്ത് ജോസി ചേട്ടൻ്റെ ഏറ്റവും വലിയ ഡ്രീമായ മിനി തിയേറ്റർ ജോസി ചേട്ടൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മേലാണ് എല്ലാം റെഡിയാക്കിക്കണം. വിരൽ തുമ്പിൽ പടം കാണണമെന്ന് തോന്നിയാൽ അപ്പം തന്നെ സ്പോട്ടിലോട്ട് താഴെ നേരെ മേളിലോട്ട് വരിക, ഓപ്പൺ ആക്കുക, പടമൊക്കെ ഇരുന്ന് കാണാം. അപ്പോൾ ജോസി ചേട്ടൻ്റെ ഏറ്റവും വലിയ ഡ്രീം ജോസി ചേട്ടൻ സാധിച്ച്. പിന്നെ അതുകൂടെ ഏറ്റവും വലിയ കാര്യം, ഒരു കാര്യം കൂടിയുണ്ട്, അത് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾ നേരിട്ട് തന്നെ കേട്ടോ. ജോസി ചേട്ടൻ്റെ പ്രവാസ ജീവിതം എത്ര വർഷമായി? 16 വർഷമായിട്ട് പ്രവാസ ജീവിതത്തിലാണ്. എന്നാണ് നാട്ടിലോട്ട് തിരിച്ചു വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നാട്ടിലോട്ട് വരണ്ടേ. 2-3 വർഷത്തിനുള്ളിൽ കാര്യം വയസ്സാറായി. ഇപ്പൊ നമുക്കൊന്നും പറയാനില്ല, കാര്യം നമ്മളും ഒരു അൽപ്രവാസിയായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ പ്രവാസികളാരും നമ്മൾ കുറ്റപ്പെടുത്തി പറയണല്ല. ഞാനൊരു പ്രവാസിയായിരുന്നു 5.5 കൊല്ലം. എൻ്റെ 2 ഇരട്ടി മേലെ വർഷം അവിടെ നിന്നിട്ട് ഇപ്പൊ സ്റ്റില്ല് നമ്മുടെ ഈ കൊറോണ ആയതുകൊണ്ട് പോകാൻ പറ്റാണ്ട് മച്ചാൻ ഇങ്ങനെ കുടുങ്ങിയിരിക്കണേണ്. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ടെന്നല്ലേ കേട്ടോ, ഫുള്ളായിട്ടൊക്കെ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പോകാൻ വേണ്ടി ഇരിക്കുന്നത് പാസ്പോർട്ട് എക്സ്പയറി ആയിപ്പോയി പാവത്തിൻ്റെ, അത് പുതുക്കിയിട്ട് പോകണേണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പോയി കഴിഞ്ഞാൽ മാക്സിമം ഒരു 1.5 വർഷം 2 വർഷം അത് കഴിഞ്ഞ് വരാം. കാര്യം ഒരു മനുഷ്യൻ്റെ ആയുസ്സാണ് 16 കൊല്ലം. ആ 16 കൊല്ലം കഷ്ടപ്പെട്ടതിൻ്റെ ഒരു സന്തോഷമാണ് നമ്മ ഇരിക്കണം ഈ മിനി തിയേറ്റർ. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇതൊക്കെ കേൾക്കാൻ വേണ്ടി. പാവം ജോസി ചേട്ടൻ്റെ 16 വർഷമായി പ്രവാസ ജീവിതം. എത്രയും പെട്ടെന്ന് ജോസി ചേട്ടൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് ജോസിന് തിരിച്ചു വരാൻ പറ്റട്ടെ. കാര്യം തിരിച്ചു വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇനി സിനിമയും കാണാം. അപ്പം ഇപ്പം ഈ കൊറോണ ആയതുകൊണ്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടയൽവൊക്കെ വീട്ടിലും പോകാൻ പറ്റണില്ല, ബന്ധുക്കാരെയും കാണാൻ പറ്റണില്ല. വല്ലാത്തൊരു പരിതാപകരമായ സീനാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മിനി തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ. പിന്നെ സത്യത്തിൽ ഞങ്ങൾക്ക് 2 പേർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, ഇരുന്ന് പടം കാണുക എന്നുള്ളതാണ്. പിന്നെ കുറേ പ്രൊഫഷണൽ യൂട്യൂബേഴ്സിനെയൊക്കെ നോക്കിയിട്ടാണ് ജോസി ചേട്ടൻ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഈ പ്രൊജക്ടറിന് വേണ്ടി ബാംഗ്ലൂർ വരെയും പോയി ചങ്ങായി. അവിടെ നിന്ന് പോയി, പിന്നെ ഡോൾബി സിസ്റ്റം അവിടെ നിന്ന് പോയി വാങ്ങിച്ചു, ഇവിടെ പോയി വാങ്ങിച്ചു, അങ്ങനെ കുറേ അലഞ്ഞ് 2 വർഷത്തെ ആലോചനയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം സെറ്റാക്കി എടുത്ത മിനി തിയേറ്ററാണ്.
അപ്പോൾ ജോസിയേട്ടന് എന്നോട് ചോദിച്ചാന്ന് പറഞ്ഞു. എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ, നമ്മുടെ മിനി തിയേറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, മീൻസ് അതിൻ്റെ ഐറ്റംസ് എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ ഉള്ള കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് ഞാൻ ജോസ് ചേട്ടനോട് തന്നെ ചോദിച്ച് ജോസ് ചേട്ടൻ അത് ആരൊക്കെയാണ് കോൺടാക്ട് ചെയ്തത് ആ കോൺടാക്ട് നമ്പറൊക്കെ ഞങ്ങൾ എല്ലാം സ്വരൂപിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. മിനി തിയേറ്റർ അത്യാവശ്യമാണ്, നിങ്ങളുടെ വീട്ടിൽ അത് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും ജോസ് ചേട്ടൻ തിരിച്ച് പോണേക്കാളും മുന്നേ ആ കോൺടാക്ട് നമ്പറൊക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ മറക്കരുത്, ജോസി ആൻ്റണി എന്നാണ് ഇൻസ്റ്റാഗ്രാമിലെ നെയിം, അതുകൂടാണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ടിലും ജോസി ആൻ്റണിയാണ്. പിന്നെ വൈകാണ്ട് തന്നെ നമ്മുടെ ജോസി ചേട്ടനെ കൊണ്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിപ്പിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കാര്യം സാധാരണ അറിയാമല്ലോ, കോമഡിയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ യൂട്യൂബിൽ നമുക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. കാര്യം കോപ്പിറൈറ്റ് ഇഷ്യൂ ആയതുകൊണ്ടാണ് ജോസി ചേട്ടൻ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഒതുങ്ങി പോകുന്നത്. പക്ഷേ മാക്സിമം നമുക്കുള്ള സപ്പോർട്ട്, നമ്മുടെ ചാനലിൽ നിങ്ങൾ തന്നെ സപ്പോർട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ജോസി ചേട്ടനെ സപ്പോർട്ട് ചെയ്യുക. മറക്കരുത്, നമുക്ക് വേണ്ടപ്പെട്ട എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ചേട്ടനാണ്. ഇപ്പോൾ നമ്മളെല്ലാം ആ ചേട്ടൻ്റെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി, വളരെ സന്തോഷം. ജോസി ചേട്ടാ, നമ്മുടെ ആൾക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ലെന്ന് എല്ലാം പറഞ്ഞു. അപ്പോൾ ഇത്രയും നല്ല മുഹൂർത്തം അല്ല, ഇതിപ്പോ നീ ഇപ്പൊ ചോദിച്ചിപ്പോ വീഡിയോ എടുക്കണം, ഇത് സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റിയൊരു ഇതാണ്. കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു കാർ മേടിക്കാന്നുള്ള ലക്ഷ്യമാണ് അല്ലെ, സ്വപ്നമാണ്. അതുപോലെ ആ കാറിന്റെ പിന്നെ അതുകൂടാണ്ട് ജോസിയുടെ വേറൊരു കേസ് ഉണ്ട്, പലർക്കും പല ക്രേസ് ആണ്. ചിലർക്ക് ബൈക്ക് വാങ്ങിക്കണം, ചിലർക്ക് കാർ വാങ്ങിക്കണം. എനിക്കിപ്പോ തിയേറ്റർ പണിയണം എങ്ങനെയെങ്കിലും. എന്റെ ആഗ്രഹം അതായിരുന്നു. കാര്യം നമ്മൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, കാര്യം നമ്മൾ എല്ലാവരും സിനിമാ പ്രേമികളല്ലേ. കാര്യം ഹോളിവുഡ് സിനിമയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതും പറഞ്ഞ് ഇംഗ്ലീഷ് അല്ല, മലയാളം, ഹിന്ദി, തമിഴിനും ഒഴിവാക്കണമല്ല, ഭാഷ അറിയാൻ പാടില്ലെങ്കിലും അവരുടെ ആ ഒരു മൂവ്മെൻറ്റും ഒച്ചപ്പാടും ബഹളം അതൊക്കെ തിയേറ്ററിലിരുന്ന് കാണണം അല്ലേ. ഇപ്പം നമ്മുടെ വീട്ടിലിരുന്ന് കാണുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ജോസ് ചേട്ടൻ പോണേക്കാളും മുന്നേ അവതാർ സിനിമ ഇതിനകത്ത് ഞങ്ങൾക്ക് ഇരുന്ന് കാണാൻ പറ്റില്ല നിങ്ങൾക്ക്, കാര്യം കോപ്പിറൈറ്റ് ആവണതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയ്ക്കുള്ള നമ്മുടെ മിനി തിയേറ്ററിൻ്റെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇടിവെട്ടി വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം നിഖിൽ സൈൻ ഓഫ് ചെയ്യുന്നത് ആരോടൊപ്പം എന്നറിയാമോ? മിനി തിയേറ്ററോടൊപ്പം വൺ ആൻഡ് ഓൺലി മിസ്റ്റർ ജോസി ചേട്ടൻ ആൻഡ് ക്യാമറമാൻ മിലനോടൊപ്പം. സോറി ഗൈസ്, മെയിൻ സാധനം എടുത്തിട്ടില്ല, ആ സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരത്തെ ഞാൻ സൈൻ ഓഫ് പറഞ്ഞു, പക്ഷേ ഇതിന് സൈൻ ഓഫ് പറയുമ്പോൾ അടിയെന്ന് അങ്ങോട്ട് പ്രഷർ വരില്ല. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ സൈൻ ഓഫ് നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേഷൻ ചെയ്യുന്നു. നമ്മുടെ സ്വന്തം ചാനലിൻ്റെ സ്പെഷ്യൽ ഐറ്റം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇടിമിന്നൽ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു ക്യാമറമാൻ മിലനോടൊപ്പം ആൻഡ് വൺ ആൻഡ് ഓൺലി മിസ്റ്റർ ജോസി ചേട്ടനോടൊപ്പം. മറ്റാരുമല്ല, നിങ്ങൾ സ്വന്തം നിഖിൽ. പീസ് ആൻഡ് ബൂം.